ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 RRB NTPC എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനറൽ അവയർസിൽ നിന്നുള്ള നമ്മുടെ ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാം. നമ്മൾ ഇതിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ നമ്മൾ 7-8 സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ അടുത്തൊരു സീരീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ NTPC എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻവർഷം ബേസ് ചെയ്ത് വെച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ചോദിച്ച പാർട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായും പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നമുക്ക് പോയാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം, വേർ ഈസ് ദി വേൾഡ് ഹയസ്റ്റ് വാട്ടർഫാൾ ദ ഏഞ്ചൽ ഫാൾസ് ലൊക്കേറ്റഡ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ ഫാൾസ് എന്ന് പറയുന്നത്. അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ദ ആൻസർ ഓപ്ഷൻ സി, വെനിസുലയിലാണ്. വെനിസുല കേട്ടോ, വെനിസുലയിലാണ് എന്തിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേട്ടോ, അത് ടാളസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് വാട്ടർഫാൾ ആരാണ്? നമ്മുടെ ഏഞ്ചൽ വാട്ടർഫാളാണ് കേട്ടോ. ഏഞ്ചൽ ഇത് നമ്മുടെ അവിടെ തന്നെ ചുരൺ എന്നൊരു നദിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ചുരൺ റിവർ, ഏഞ്ചൽ ഇരിക്കുന്ന ചുരൺ നദിയിലാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ. ഇതിപ്പം വേൾഡിന് പകരം ഇന്ത്യ എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ എന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് അത് കർണാടകയിലെ കുഞ്ചിക്കൽ വാട്ടർഫാളാണ്. കുഞ്ചിക്കലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ ജോഗ് വാട്ടർഫാൾ. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ ആരെ എടുക്കാം? കർണാടകയിൽ തന്നെയുള്ള ജോഗ് ഫാൾസിനെ എടുക്കാം. പക്ഷെ ആൻസർ കുഞ്ചിക്കലാണ് ഏറ്റവും ടാളസ്റ്റ്. ഓക്കെ, അതാണ്. ഇനി ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഹയസ്റ്റ് ആണ് നോക്കിയ ഉയരം. അതുപോലെ ചോദിക്കും ബിഗ്ഗസ്റ്റ് ആരും ചോദിക്കും. ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ നയാഗ്രയാണ്. നയാഗ്ര വാട്ടർഫാൾ എവിടെയാ? അതിരിക്കുന്നത് കാനഡ, US-ലാണ്. അമേരിക്ക, കാനഡയിലാണ് നയാഗ്ര. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ വരുമ്പോഴോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ എന്ന് പറയുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലെ ചിത്രാകൂട്ട് വാട്ടർഫാളാണ്. ചിത്രാകൂട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ. നയാഗ്ര ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ആരാണ്? ചിത്രാകൂട്ടാണ്. ചിത്രാകൂട്ട് എവിടെയാ? ഛത്തീസ്ഗഡിലാണ് ചിത്രാകൂട്ട് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ ടേംസ് ഓഫ് വോളിയം? ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ് ഇൻ ദ ടേംസ് ഓഫ് വോളിയം? വോളിയം വെച്ച് നോക്കും. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ആരാണ്? ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് ആരെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് അത് കാസ്പിയൻ കടല. കാസ്പിയൻ സീ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ആരും ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് അത് നമ്മുടെ സുപ്പീരിയർ ലേക്കാണ്. ഫ്രഷ് വാട്ടർ. ഇനി ലോകത്തിലെ ഏറ്റവും വലുത്, നമ്മുടെ ചോദ്യത്തിൽ രണ്ടുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഇൻ ടേംസ് ഓഫ് വോളിയം, അതായത് വെള്ളം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഓപ്ഷൻ ബി, ബൈക്കലിലാണ്. നമ്മുടെ ശേഷം റഷ്യയിൽ വരുന്ന ഒരു ലേക്കാണ് ബൈക്കൽ. ബൈക്കലിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള എന്താന്ന് പറയുന്നത്, ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത്. സുപ്പീരിയർ എന്താണ്? സുപ്പീരിയർ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ വിച്ച് ഈസ് ദി വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ലേക്ക് സുപ്പീരിയർ ആയിരുന്നു. പക്ഷെ അത് ചോദിക്കുന്നത് ഇൻ ദ ടൈംസ് ഓഫ് വോളിയം. സുപ്പീരിയറിനെക്കാളും വെള്ളം എവിടെയുണ്ട്? ബൈക്കൽ ലേക്കിലുണ്ട്. സോ ബൈക്കൽ ലേക്കാണ് ആൻസർ. ഇനി ഫ്രഷ് വാട്ടർ എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഏതായിരുന്നു? കാസ്പിയൻ കടലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ദ കനാൽ ദാറ്റ് ലിങ്ക്സ് ദി മെഡിറ്ററേനിയൻ സീ ആൻഡ് റെഡ് സീ? നമ്മുടെ മെഡിറ്ററേനിയൻ കടലിനെയും റെഡ് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കനാൽ ഏതാണ്? സോ സിമ്പിൾ ചോദ്യമാണ്. അത് ഈ വർഷവും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അത് സൂയിസ് കനാലാണ് അല്ലേ, നമ്മുടെ സൂയിസ് കനാൽ അല്ലേ. സൂയിസ് കനാല് നമ്മുടെ മെഡിറ്ററേനിയൻ കടലിനെ ആരുമായിട്ടാ കണക്ട് ചെയ്യുന്നത്? റെഡ് സീയുമായി കണക്ട് ചെയ്യുന്ന കനാലാണ് ഇത്, നമ്മുടെ സൂയിസ് കനാൽ എന്ന് പറയുന്നത്. സൂയിസ് കനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സൂയിസ് കനാലിൻ്റെ നീളമാണ്. സൂയിസ് കനാല് 193.3 കിലോമീറ്റർ ഉണ്ട്.
കേട്ടോ. 193.3 കിലോമീറ്ററാണ് സൂയസ് കനാലിൻ്റെ എന്താണ് നീളമെന്ന് പറയുന്നത്. അത് മെഡിറ്ററേനിയൻ കടലിനെ ആരുമായി, റെഡ് സീയുമായി കണക്ട് ചെയ്യുന്ന എന്താണ് ഒരു കനാലാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കനാൽ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഏതാ? നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ കനാല് നമ്മുടെ ഇന്ദിരാഗാന്ധി കനാലാണല്ലേ. നമ്മുടെ ഇന്ദിരാഗാന്ധി കനാൽ അഥവാ വേറൊരു പേരെന്താ, രാജസ്ഥാൻ കനാൽ. രാജസ്ഥാൻ കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ദ വേർഡ് മൺസൂൺ ഈസ് ഡെറൈവ്ഡ് ഫ്രം ദി ഡാഷ് വേർഡ് മൗസിം വിച്ച് മീൻസ് സീസൺ അല്ലേ. അത് നമുക്കറിയാം. മൺസൂൺ എന്ന പദം ഏത് ലാംഗ്വേജിൽ നിന്നും കടമെടുത്ത വാക്കാണ് അല്ലേ. അത് ആക്ച്വലി മൗസിം എന്ന് പറയുന്ന ഒരു വാക്കാണ്. മൗസിം ഏത് ലാംഗ്വേജ് നമ്മുടെ ചോദ്യം. സോ മൗസിം ഈസ് എ അറബിക് വേർഡ് കേട്ടോ. അറബിയിൽ മൗസിമിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഡെറൈവ് ചെയ്തത് കേട്ടോ. സോ എന്താണ് ആൻസർ? ഓപ്ഷൻ എ അറബിക്. അറബിയിൽ മൗസിം അതാണ് നമ്മൾ ഡെറൈവ് ചെയ്ത് എന്താക്കി മാറ്റിയത്, മൺസൂൺ എന്ന പദമാക്കി മനസ്സിലായി. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ അടുത്ത സ്ലൈഡ് പോയല്ലോ. അടുത്ത ചോദ്യം, ചിനൂക്ക് വിൻഡ് ആൾസോ നോൺ ആസ് സ്നോ ഈറ്റർ ഫ്ലോ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോണ്ടിനെന്റ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് ആര്, ഈ ചിനൂക്ക് എന്ന് പറയുന്നത്. ചിനൂക്ക് നമ്മുടെ റോക്കി മൗണ്ടൻസിൻ്റെ വാലീസിൽ വീശുന്ന ഒരു കാറ്റാണ്. റോക്കി മൗണ്ടൻസ് ഏത് കോണ്ടിനെന്റിലാണ് റോക്കി മൗണ്ടൻസ്? റോക്കി മൗണ്ടൻ ഓപ്ഷൻ ഡി നോർത്ത് അമേരിക്ക അല്ലേ. നമ്മുടെ നോർത്ത് അമേരിക്കയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ് റോക്കി മൗണ്ടൻ. ആ റോക്കി മൗണ്ടൻ്റെ വേലീസിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ട് വിൻഡ്, വളരെ ചൂടേറിയ ഒരു കാറ്റാണ് ആര്, ഈ ചിനൂക്ക് എന്ന് പറയും. ചിനൂക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്നോ ഈറ്റർ, മഞ്ഞു തിന്നുന്നവൻ, മഞ്ഞു തീനി എന്നാണ് അറിയപ്പെടുന്നത്. സോ വളരെ പ്രധാനമാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിലുള്ള കുറച്ച് ഫേമസ് കാറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പം വളരെ ഫേമസ് ആയിട്ട് ചിനൂക്ക് ഉള്ള ഒരു കാറ്റാണ് ഹാർമാറ്റൻ. ഹാർമാറ്റൻ ആഫ്രിക്കയിൽ. ദെൻ അതുപോലെ തന്നെയാണ് ഫോൺ, FOEHN, ഫോണ് യൂറോപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാറ്റാണ് ആര്, ഫോൺ. അതുപോലെ ഒന്നാണ് മിസ്ട്രലും യൂറോപ്പിലാണ്, യൂറോപ്യൻ കോണ്ടിനെന്റിലാണ്. ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇതിൽ നിങ്ങൾ കണ്ട ചിനൂക്ക്, ഹാർമറ്റൻ, ഫോൺ ഇവരെല്ലാവരും ഹോട്ട് വിൻഡുകളാണ്. പക്ഷേ ഇതിൽ മിസ്ട്രൽ മാത്രം ഒരു കോൾഡ് വിൻഡാണ്. സോ അത് നോട്ട് ചെയ്യണം കേട്ടോ. സോ മിസ്ട്രൽ യൂറോപ്പിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൾഡ് സൈക്ലോണിക് ഇതെല്ലാം സൈക്ലോണാണ്, ചുഴലിക്കാറ്റുകളാണ് കേട്ടോ. വിൻഡാണ് ആര്, മിസ്ട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വേർ വാസ് ദി ഫസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് സെറ്റപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പ്ലാന്റ് എവിടെയാണ് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പ്ലാന്റ് വരുന്നത് മഹാരാഷ്ട്രയിലെ താരാപൂറിലാണ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏതാണ്? താരാപൂർ. എവിടെ താരാപൂർ? മഹാരാഷ്ട്രയിലാണ്. ഇത് ഓപ്പൺ ചെയ്ത് 1969. 1969 താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റോമിക് പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ. കൈക എവിടെയാ? കൈക നമ്മുടെ കർണാടകയിലാണ് അല്ലേ. കക്രാപ്പാറ് ഗുജറാത്തിലാണ്, ഗുജറാത്ത്. കൽപ്പാക്കം നമ്മുടെ തമിഴ്നാട്ടിൽ. ആക്ച്വലി തമിഴ്നാട്ടിൽ ഒരു പ്ലാന്റ് കൂടിയുണ്ട്. അതാണ് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് പവർ പ്ലാന്റ്. ഏതാ? അത് കൂടൻകുളമാണ് അല്ലേ. കൂടൻകുളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിലാണ്. സോ ഫസ്റ്റ് ചോദിച്ചാൽ ആരാ? ഫസ്റ്റ് താരാപൂറാണ്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ആസ് പെർ ഇൻലാൻഡ് നാഷണൽ വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് നാവിഗബിൾ ആൻഡ് നാഷണൽ വാട്ടർവേസ് ഓഫ് ഇന്ത്യ? അതായത് നമ്മുടെ വാട്ടർവേസുകളുണ്ടല്ലോ, ദേശീയ ജലപാതകൾ. ഫസ്റ്റ് ഇന്ത്യയിൽ എത്ര നാഷണൽ വാട്ടർവേസ് ഉണ്ടെന്നറിയോ? 111 നാഷണൽ വാട്ടർവേസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, നമ്മുടെ ചോദ്യം അതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. സോ അതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14,500 കിലോമീറ്റർ. 14,500 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ വാട്ടർ ലെങ്ത്. 111 നാഷണൽ വാട്ടർ വേ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട് കേട്ടോ. നമ്മുടെ നാഷണൽ വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നോയിഡയാണ്. നോയിഡ, യു പി.
യു പിയിലെ നോയിഡയാണ് ഇൻലാൻഡ് നാഷണൽ വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് 1986 രൂപീകരിച്ചത് കേട്ടോ. നാഷണൽ വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നോയിഡയാണ്. ഏത് വർഷമാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1986 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 111 ഉണ്ട്. അതിൽ ആദ്യത്തെ 2 നമുക്ക് പഠിച്ചു വെക്കാം. നാഷണൽ വാട്ടർവേ 1ഉം നാഷണൽ വാട്ടർവേ 2. ഓക്കെ. നാഷണൽ വാട്ടർവേ 1 പറഞ്ഞത് നമ്മുടെ പ്രയാഗ്രാജിനെ, അത് നമ്മുടെ പ്രയാഗ്രാജ് പഴയ അലഹബാദ്, അതിനെ വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയ എന്ന സ്ഥലവുമായി കണക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അത് ഏത് റിവറിലാണ്? നമ്മുടെ ഗംഗാ നദിയിലാണ് നാഷണൽ വാട്ടർവേ 1 ഇരിക്കുന്നത്. ഇനി 2 വരുമ്പോഴോ, 2 പറഞ്ഞത് ആസാമിലെ സാദിയ എന്ന സ്ഥലം മുതൽ ഡൂബ്രി വരെ, ആസാമിലെ സാദിയ മുതൽ ഡൂബ്രി വരെ ഏത് റിവറിലാണ്? ബ്രഹ്മപുത്രയിലാണ് നാഷണൽ വാട്ടർവേ 2 പറഞ്ഞത്. ഏതൊക്കെ സ്ഥലം? സാദിയ, ഡൂബ്രി. ഇനി നാഷണൽ വാട്ടർ നമ്മൾ 3 നോക്കുകയാണെങ്കിൽ, ദേശീയ ജലപാത നമ്മൾ 3 നോക്കുന്നതെങ്കിൽ അത് നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം വരെ വരും കേട്ടോ. നമ്മുടെ കേരളത്തിലാണ് നാഷണൽ വാട്ടർവേ 3. കൊല്ലം കോട്ടപ്പുറമാണ് ദേശീയ ജലപാത 3 വരുന്നത്. അങ്ങനെ 1, 2, 3 അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ ഇരിക്കുന്നു? ഓക്കെ, അറിയോ നോക്കടാ. ഓക്കെ, അത് നമ്മുടെ കൽക്കട്ടയിലാണ്. എവിടെയാണ്? കൽക്കട്ടയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്. എവിടെയാണ്? നമ്മുടെ കൽക്കട്ടയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് ഇരിക്കുന്നത്. ഓക്കെ. ഈ ആക്ച്വലി ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റൊരു പേരാണ് ദംദം എയർപോർട്ട് എന്നും പറയും കേട്ടോ. ഇതിന്റെ വേറൊരു പേരാ ഡംഡം എയർപോർട്ട്. ഡംഡം ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കൽക്കട്ട. അതിന്റെ മറ്റൊരു പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? എയർപോർട്ടുകളുടെ പേരുകൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും എയർപോർട്ടുകൾ എവിടേക്കാണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ഇതെവിടെ എന്ന് പറയാൻ പറ്റുമോ? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ തന്നെ പഠിക്കാം. എവിടെ നിന്നറിയോ? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ തെലങ്കാനയിൽ ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ദിരാഗാന്ധി എവിടെ വരുന്ന? ഇന്ദിരാഗാന്ധി അത് ന്യൂഡൽഹിയിലാണ് അല്ലേ? ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ. അടുത്ത സ്റ്റോപ്പ് പോയാലോ. അടുത്ത ചോദ്യം, വേർ ഈസ് മണികരൻ പ്ലാന്റ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? മണികരൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് മണികരൻ. ഫസ്റ്റ് ഓഫ് ഓൾ മണികരൻ എന്ത് പ്ലാന്റ് ആണെന്ന് അറിയോ? മണികരൻ ഒരു ജിയോ തെർമൽ പ്ലാന്റ് ആണ്. എന്താണ് ഈ ജിയോ തെർമൽ? നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അടിയിൽ നിന്നും അല്ലെ, ഭൂമിയുടെ ഉൾഭാഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഹോട്ട് സ്പ്രിങ്ങുകളെ അല്ലെ, ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ചൂട് വെള്ളത്തെ അല്ലെ, അതിന് നമ്മൾ പറയും ഗെയ്സറുകൾ എന്ന് പറയും അല്ലെ, ഗെയ്സർ അല്ലെ. ആ ഗെയ്സറിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന എനർജികളെ വിളിക്കുന്ന പേരാണെന്ത്? ജിയോ തെർമൽ എനർജി എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ജിയോ തെർമൽ എനർജിയിൽ നിന്നും ആ ജിയോപ്പജി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു പ്ലാന്റ് ആണ് ഏത്? മണികരൻ. അത് എവിടെ നിന്നാണ്? അത് ഹിമാചൽ പ്രദേശിലാണ് ഇരിക്കുന്നത്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് മണികരൻ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഓക്കെ. ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹോക്കി? ഹോക്കിയുമായി അസോസിയേറ്റ് ട്രോഫി ഇതിൽ ഏതാണ്? സോ നോക്കടാ, ഹോക്കി ഏതാണ്? ഹോക്കി കപ്പ് ഓപ്ഷൻ സി ആണല്ലേ. ഏതാണ്? രംഗസ്വാമി കപ്പ് അല്ലേ. രംഗസ്വാമി കപ്പാണ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഒരു ഹോക്കി ടൂർണമെന്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഹോക്കി ടൂർണമെന്റ് ഏതാണ്?
രംഗസ്വാമി കപ്പ്. രംഗസ്വാമി കപ്പ് എന്താണ്? ഒരു ഹോക്കി ടൂർണമെൻ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇതിൽ ഡേവിസ് കപ്പ് എന്താ? ഡേവിസ് കപ്പ് ടെന്നീസ് ആണല്ലേ? ടെന്നീസാണ് ഡേവിസ് കപ്പ് അല്ലേ? ഡേവിസ് കപ്പ് എന്താണ്? ടെന്നീസാണ്. ഇറാനി കപ്പ് എന്താണ്? ടെന്നീസാണ്. റോവേഴ്സ് കപ്പോ? റോവേഴ്സ് എന്താണ്? ഫുട്ബോളാണ്. ഓക്കെ ഓക്കെ. ഡേവിഡ്സ് കപ്പ് ഇതിൽ ഇറാനി കപ്പ് ടെന്നീസ് അല്ല കേട്ടോ. ഇറാനി കപ്പ് നമ്മുടെ ക്രിക്കറ്റാണ് കേട്ടോ. ഇറാനി കപ്പ് ക്രിക്കറ്റാണ്. ഓക്കെ. ഡേവിസ് കപ്പ് ടെന്നീസാണ്. ഇറാനി കപ്പ് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ടൂർണമെൻ്റാണ് ഇത് ഇറാനി. റോവേഴ്സ് കപ്പ് നമ്മുടെ ഫുട്ബോൾ. റോവേഴ്സ് കപ്പ് എന്താണ്? റോവേഴ്സ് കപ്പ് ഫുട്ബോളാണ്. സോ അതുപോലെ രംഗസ്വാമി കപ്പ് എന്താണ്? ഹോക്കിയാണ്. ഹോക്കി. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഹോക്കി ടൂർണമെൻറ്റ് ഏതാണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെൻറ്റ് ഹോക്കി, അത് ഓർത്ത് വെച്ചോ, ബെയ്ട്ടൺ കപ്പാണ്. ബെയ്ട്ടൺ കപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കുന്നത് വർഷം 1895. നോട്ട് ചെയ്ത് വെച്ചോട്ടെ, വർഷം ചോദിക്കും കേട്ടോ. ഏത് വർഷമാണ്? 1895 ബൈട്ടൺ കപ്പ് ആരംഭിച്ചത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എന്തെന്ന് പറയുന്നത്? ഹോക്കി ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ പിന്നെ മറ്റ് ഹോക്കി ടൂർണമെൻ്റ് ആണ് നമ്മുടെ അഗാഖാൻ കപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ചന്ദ് ട്രോഫി അല്ലേ? നമ്മുടെ ഹോക്കി മാന്ത്രികനാണ് അല്ലേ? ആര്? ധ്യാൻ ചന്ദ് ട്രോഫി, ഇതൊക്കെ. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്ലാൻ ഷാ കപ്പ് അല്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെൻ്റ് ആണ് ഇത്, അസ്ലാൻ ഷാ കപ്പ്. അപ്പോൾ ഈ ഇടയ്ക്ക് ചോദിച്ചാണ് അസ്ലാൻ കപ്പ് ഏത് രാജ്യത്താണ്? അസ്ലാൻ ഷാ കപ്പ് ഇന്ത്യയിലല്ലല്ലേ? എവിടെയാ? മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെൻ്റ് ആണ് ഇത്, ഈ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത് അല്ലേ? അസ്ലാൻ ഷാ എവിടെയാണ് നടക്കുന്നത്? സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എവിടെയാണ്? മലേഷ്യയിൽ. ഇവിടെ വെച്ചാണ് മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു ഹോക്കി ടൂർണമെൻ്റ് ആണ്. സോ ഈ 10 ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സീരീസിൽ എടുത്തിട്ടുള്ളത്. ഇത് 10ഉം കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അത് ബേസ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ. സോ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.